എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് 198ാമത്തെ വീഡിയോ ആണ്. ബുക്ക് റിവ്യൂവിൻ്റെ 48ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ 15ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ഹാഫാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പം ഈ വീഡിയോയുടെ അതായത് ഈ 15ാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ ഹെഡിങ് എന്ന് പറയുന്നത് തന്നെ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. അപ്പം ഇന്നലെയും നമ്മൾ കുറച്ച് ഹാപ്പിനെസ്സിനെ കുറിച്ച് കണ്ടു. ഇന്നും അത് തന്നെയാണ്, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം ലൈഫിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് തിരിച്ചും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതായത് നമ്മുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫിൽ ജീവിതം ജീവിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ, അതായത് ഇതിൻ്റെ മുമ്പലത്തെ വീഡിയോയിൽ ഒടുക്കം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു സ്ത്രീയുടെ റുമാറ്റിസത്തിനെ കുറിച്ചാണ്. റുമാറ്റിസം ഉണ്ട് ഒരു സ്ത്രീക്ക്, അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. അതായത് ഒരു സ്ത്രീക്ക് മുട്ടുവേദന, കാലിൻ്റെ മുട്ട് ഭയങ്കര വേദന, റുമാറ്റിസം എന്ന് പറയും അതിന്. നടക്കാനൊന്നും നോക്കത്തില്ല, നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ അവർ എപ്പോഴും സദാസർവകാലം അവരുടെ കട്ടിലിൻ്റെ മീതി കാലും നീട്ടിയിരിക്കും. അങ്ങനെ അതാണ് അവർക്ക് ഇഷ്ടം. ഇഷ്ടമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ അവർക്ക് പ്രയാസം കാണുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇരുന്ന് അതേ അവർക്ക് ശീലിച്ചു പോയി. അത് അവരുടെ മനസ്സ് അതിനെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റി. അതുകൊണ്ട് അവർക്ക് അത് മതി, അങ്ങനത്തെ ജീവിതം മതി. ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളുണ്ട്. ആളുകളെല്ലാം വന്ന് നോക്കുന്നു, അന്വേഷിക്കുന്നു, എല്ലാവർക്കും ഇരുന്നിടത്ത് വന്ന് ചേരുന്നു, ഫുഡ് സഹിതം ഇരുന്നിടത്തുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്തുനിന്നേ കഴിക്കാം, TV കാണാം, ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കാം, വേറെ ഒരു ജോലിയും ചെയ്യേണ്ട. അങ്ങനെ മടിച്ച് ഇരുന്ന് പോയി. ഇപ്പം അവർക്ക് അത് മതി, അങ്ങനത്തെ ജീവിതം മതി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ത്രീയെ കണ്ട് നമ്മുടെ ഡോക്ടർ മർഫി പറഞ്ഞത്, നിങ്ങൾ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഇതെല്ലാം മാറും, നിങ്ങൾക്ക് എണീച്ച് നടക്കാൻ പറ്റും എന്നൊക്കെ എത്രയോ അഡ്വൈസ് ചെയ്ത് നോക്കി. അവർക്കത് വേണ്ട. അവർക്ക് പഴയ പോലെ ഓടി നടന്ന് ജീവിക്കുന്ന ഒരു ലൈഫിൽ തിരിച്ചു പോകാൻ അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് ഇത് മതി. അപ്പം ഈ ഒരു വലിയ ഒരു ദുരിതം അവർക്കത് പോസിറ്റീവായിട്ട് അവരുടെ മനസ്സെടുത്തു. ഇത് മതി, ഇങ്ങനെ മരിക്കുന്നവരെ ഇനി മതി, ഇതൊക്കെ മതി, ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള ഒരു നാരോ മൈൻഡഡ്നെസ്, ഒരു കുറുകിയ ചിന്താഗതിയിലായിപ്പോയി. അപ്പം അവർക്കെങ്ങനെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് മാറും? അത് എത്ര മരുന്ന് കഴിച്ചാലും അവരുടെ മെൻറ്റാലിറ്റി മാറാതെ, മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മാറാതെ അവർക്ക് രോഗം മാറാൻ പോകുന്നില്ല. അപ്പം മരിക്കുന്നവരെ ഇനി അവരങ്ങനെ തന്നെ ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇത് മതി എന്നുള്ള ചിന്ത എന്ന് വന്നോ അവർക്ക്, പിന്നെ അത് മതി, അതിൽ നിന്ന് അവർക്ക് എഴുന്നേറ്റമില്ല. അപ്പം ഇതിലെ വൈ ചൂസ് അൺഹാപ്പിനെസ്, ഇതുപോലെ അൺഹാപ്പി ആയിട്ട്, അതായത് സന്തോഷമല്ലാതെ വേറെ രീതിയിൽ ഇവർ ജീവിതത്തിനെ നയിച്ചു പോകണമെന്ന് എന്തുകൊണ്ട് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ, എല്ലാവർക്കുമേ ഒരുപാട് പേർക്ക് നെഗറ്റീവ് മൈൻഡഡാണ്. ഈ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർ, വിചാരിക്കുന്നവർ വളരെ കുറവാണ്. അതാണ് ഈ ഓപ്റ്റിമിസ്റ്റ് പെസിമിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഒരു റോസ് ഒരു കാമ്പോട് കൂടി ഒരു റോസ് അതിലിങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് അതിൻ്റെ ചായയോടെ കൂടി എടുത്തുകൊണ്ട് വന്നു, കുറച്ച് ഇലയും എല്ലാം കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിനകത്ത് നല്ല ഒരു റോസ് ഉണ്ട്, 2 ഇല ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും, അതിൻ്റെ അടിയിൽ 2 മുള്ളും ഉണ്ട്. അപ്പം റോസ് റോസ് ചെടിയിൽ നോക്കി പറിച്ചാലും വെറും പൂ മാത്രം നോക്കി പറിച്ചാൽ ഓക്കെ, 2 ഇലയും ഒക്കെ കൂടി ഒരു ഫ്ലവർ വാസിൽ വെക്കാൻ വേണ്ടി നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും മുള്ളും ഉണ്ട്. അപ്പം ഈ റോസിനെ മാത്രം കണ്ട് രസിക്കുന്നവർക്ക് ഓപ്റ്റിമിസ്റ്റ് എന്ന് പേര്. അവരാണ് പോസിറ്റീവ് മൈൻഡഡ്നെസ് ഉള്ളവർ. ഈ അയ്യോ റോസൊക്കെ കൊള്ളാം, പക്ഷേ ആ മുള്ള് ആര് തൊടും,
എനിക്ക് ഇത് വേണ്ടേ വേണ്ട എന്ന് റോസിനെ ആസ്വദിക്കുന്നതിനെക്കാട്ടിലും ആ മുള്ളിനെ വിചാരിച്ച് വെറുക്കുന്നവരാണ് കൂടുതൽ. അവർക്കാണ് പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ലോകത്ത് ഒട്ടുമൊത്ത ആൾക്കാരും ഈ പെസിമിസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് റോസിനെ കാട്ടിലും അവരുടെ കണ്ണിപ്പെടുന്നത് മുള്ളാണ്. അപ്പം അതാണ് പറയുന്നത്, ഒരുപാട് പേര് നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടാണ് ജനിച്ച് ജീവിച്ച് മരിക്കുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുകയില്ല. വീട്ടിൽ തന്നെ നമ്മുടെ ഓരോ വീടുകളിലും ഇപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോകണം, നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് പോകാം. അത് ശരിയാവത്തേയില്ല. എന്നാൽ കാറ് പിടിച്ച് പോകാം, അയ്യോ കാറ് പിടിച്ച് പോകുന്നതൊക്കെ ഭയങ്കര കാശ് നഷ്ടം. എല്ലാത്തിനും ഒരു നെഗറ്റിവിറ്റി. നെഗറ്റീവ് എന്ന് വെച്ചാൽ അത് നടക്കില്ല, അത് കൊള്ളരുത്, അത് പ്രയോജനപ്പെടത്തില്ല, അങ്ങനത്തെ നടക്കത്തില്ല, ചെയ്യത്തില്ല, നല്ലതല്ല, എല്ലാം നെഗറ്റീവായിട്ടാണ് അവരുടെ ചിന്ത മൊത്തം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എത്ര സന്തോഷം കാണും? ഒട്ടുമൊത്ത ആൾക്കാരും അങ്ങനെയൊക്കെയാണ്. ചിലരുണ്ട് ഈ നെഗറ്റീവിലും പോസിറ്റീവ് കാണുന്നതെന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ കാല് തട്ടി വീണു, കാല് ഫ്രാക്ചറായി, ഓപ്പറേഷനായി, 3 മാസമായിട്ട് കിടന്ന കിടപ്പ. എന്നാലും ഈ പെസിമിസ്റ്റ് എന്ന് പറയുന്ന ആൾ, അയ്യോ എനിക്ക് കാല് ഫ്രാക്ചറായി, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഞാൻ ദൈവത്തിനെ തൊഴാൻ പോയതാ, അമ്പലത്തിൽ പോയതാ, വെറുതെ ഞാൻ ചറുക്കി വീണു, കാല് പൊട്ടിയതാ ഇവിടെ കിടക്കുന്നു, എന്തുവാ ദൈവം ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം, ഇങ്ങനെയാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഈ പോസിറ്റീവ് മൈൻഡഡ് ആണെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്തുവാണോ, പോട്ടെ, എന്തോ കണ്ണീർ വരേണ്ടത് പിരിയത്തിലോട്ട് പോയി, അത് സാരമില്ല, ഇത് കാലല്ലേ ഫ്രാക്ചറായത്, തലയ്ക്കൊന്നും പറ്റിയില്ലല്ലോ, ഇപ്പോഴും ഞാൻ ആക്റ്റീവാണല്ലോ, എന്നെക്കൊണ്ട് ആക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും, എഴുതാൻ പറ്റും, എൻ്റെ തലയ്ക്കൊന്നും പരിക്ക് പറ്റിയില്ലല്ലോ, കാലിലല്ലയോ, അത് ഒരു 3 മാസത്തിനകം ശരിയാകും, ഞാൻ വാക്കർ വെച്ച് പതുക്കെ നടന്നാൽ ഒരു 6 മാസത്തിനകം എനിക്ക് തിരിച്ച് ഓഫീസിൽ പോകാൻ പറ്റും, അത് സാരമില്ല. അങ്ങനെ വിചാരിക്കുന്നവരാണ് ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വിചാരിക്കുന്നവർക്കാണ് ജീവിതത്തിൽ ഹാപ്പിനെസ് ഉള്ളത്. പക്ഷേ അത് എത്ര ശതമാനം ആൾക്കാരാന്ന് പറഞ്ഞാൽ 5% കൂടിപ്പോയാൽ, ബാക്കി ഈ 95% ആൾക്കാരും നെഗറ്റീവായിട്ട് ഏതെടുത്താലും, ഏത് കണ്ടാലും, ഏത് പറഞ്ഞാലും, ഏത് കേട്ടാലും അതിലെ ഈ കൊനിഷ്ഠ ബുദ്ധി എന്ന് പറയും, ആ നെഗറ്റീവ് മൈൻഡഡാണ് കൂടുതൽ. അവരുടെ ചിന്താഗതിയും സംസാരവും എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് ലൈഫിൽ എങ്ങനെ ഹാപ്പിനെസ് വരും? എങ്ങനെ അയാൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? സന്തോഷമേ ഇല്ല. പക്ഷേ അവർക്ക് അത് മതി, അങ്ങനെ ആയിപ്പോയി അവരുടെ ജീവിത ശൈലിയെ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ രാവിലെ കണ്ണു തുറന്ന് ബെഡിൽ നിന്ന് എണ്ണിച്ച് വരുമ്പം തന്നെ ടുഡേ ഈസ് എ ബ്ലാക്ക് ഡേ, ഇന്നൊന്നും നേരെ ആകാൻ പോകുന്നില്ല, ഇന്നും ഓഫീസിൽ പോകണം, അവൻ്റെ മുഖത്ത് തന്നെ പോയി മിഴിക്കണം, ഇവൻ്റെ കൂടെ തന്നെയല്ലേ ജോലി ചെയ്യേണ്ടത്, ഒരു നശിച്ച ഒരു ജന്മം, ഇയാൾ അവനെ പറയുക, ബോസിനെ പറയുക, ഒരു നശിച്ച ജന്മം, ഇവൻ്റെ കൂടെയൊക്കെ പോയി ജോലി ചെയ്യാൻ എനിക്ക് തലയിലെഴുത്ത്. ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ആയിരിക്കും അവൻ ബെഡിൽ നിന്ന് എണ്ണിക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കും? എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ പറയുന്ന ആരും ഇവിടെ കേൾക്കാനില്ല, ഈ വീട്ടിൽ എനിക്കൊരു മതിപ്പില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവനോൻ്റെ മതിപ്പിനെ അവനോൻ താഴ്ത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് മൈൻഡഡായിട്ട് ചിന്താഗതി ഉള്ള ആൾക്കാർക്ക് സന്തോഷം കിട്ടാൻ പോകുന്നേയില്ല. അപ്പം തിരിച്ചും ഇതിനകത്ത് പറയുന്നത് ഒരേ സംഗതിയാണ്, നമ്മുടെ ചിന്ത നേരെയായിരിക്കണം. തോട്ട്സ്, നമ്മുടെ ചിന്താഗതി നന്നായിരുന്നാൽ നമ്മളുടെ വാക്കുകൾ, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നന്നായിരിക്കും. ചിന്തയും വാക്കും നന്നായിരുന്നാൽ നമ്മുടെ ചെയ്ത്ത് നന്നായിരിക്കും. അതാണ് നമുക്ക് വേണ്ടിയത്. ചെയ്ത്ത് നന്നായിരുന്നാൽ ജീവിതം തന്നെ സന്തോഷമായിരിക്കും. അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റായിട്ടോ കടയായിട്ടോ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. സന്തോഷം എന്ന് പറയുന്നത് ഒരു മെൻ്റൽ സ്റ്റേറ്റ്,
ഒരു മനസ്സിൻ്റെ ഒരവസ്ഥ. എപ്പോഴും ഹാപ്പി ആയിരിക്കും, എന്ത് നടന്നാലും ശരി. ഇപ്പം ഒരാൾ മരിച്ചു, സാരമില്ല പോട്ടെ, 10-75 വയസ്സ് വരെ ജീവിച്ചു, മതി, ഇനി കിടന്ന് കഷ്ടപ്പെട്ട് സ്വയം കഷ്ടപ്പെട്ട് മറ്റവരെയും കഷ്ടപ്പെടുത്താതെ ഏതോ നല്ല രീതിയിൽ മരിച്ചു പോട്ടെ. അപ്പോൾ മരിക്കുന്നതിനെ നമ്മൾ വരവേൽക്കണമെന്നോ അല്ലെങ്കിൽ അവർ മരിക്കണമെന്ന് ആഗ്രഹിക്കണമെന്നോ അല്ല, മരിച്ചു, അത് സംഭവിക്കേണ്ടത് സംഭവിച്ചു. അപ്പോൾ അത് വിചാരിച്ച് ഇങ്ങനെ ദുഃഖിച്ച് സദാസർവകാലവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനെക്കാട്ടിലും ശരി, നടക്കേണ്ടത് നടന്നു. നമുക്ക് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇത് വേദവാക്കായിട്ട് നിങ്ങളെടുത്തോണം. ദിസ് മൊമെൻറ്റ് ഈസ് ഇന്നെവിറ്റബിൾ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതിൻ്റെ അർത്ഥം എന്തുവാ? ദിസ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ ഈ നിമിഷം, ഈ ക്ഷണം, ഇപ്പം ഇത് നടക്കുന്നത്, അത് ഇന്നെവിറ്റബിൾ എന്ന് വെച്ചാൽ അതിനെ വേറെ ഏത് രീതിയിലും നടക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതായത് ഈ നിമിഷം ഇങ്ങനെ നടന്നോ, അത് അങ്ങനെ തന്നെ നടക്കാൻ വിധിച്ചതാണ്, അത് അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ, അതിൽ വേറെ രീതിയിൽ ചിന്തിക്കാനൊന്നും ഇല്ല. ഇപ്പം നമ്മളൊന്ന് തട്ടി വീണു, അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റായി, എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. അപ്പം എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ? അടുത്ത വീട്ടിലുള്ളവൻ എപ്പോഴും ഖുഷിയായിട്ടിരിക്കുന്നല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ, അവന് ഒരു കുറവും വരുന്നില്ലല്ലോ, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. അവൻ്റെ മനസ്സിലും എത്രയോ കാര്യങ്ങൾ, പോരായ്മയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ദിസ് മൊമെൻറ്റ് ഈസ് ഇന്നെവിറ്റബിൾ, അത് പ്ലീസ് റിമെമ്പർ ദിസ്. ദിസ് മൊമെൻറ്റ് ഈസ് ഇന്നെവിറ്റബിൾ എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്, അതിനെ വേറെ ഒരു രീതിയിൽ നടന്നിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമേ ഇല്ല. അത് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി. അപ്പം ഈ നിമിഷം അതല്ലേ പറയുന്നേ, ഭഗവത്ഗീതയിൽ പറഞ്ഞ് ഇത്രയും നാൾ നടന്നതെല്ലാം നല്ലതിന്, ഇപ്പം നടക്കുന്നതും നല്ലതിന്, ഇനി നടക്കാൻ പോകുന്നതും നല്ലതിന്. അങ്ങനത്തെ വിചാരം വേണം. അപ്പോഴേ ഒരുത്തന് സന്തോഷമായിട്ട് ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇഫ് ഐ ഹാഡ് $1 million ഐ വുഡ് ബി ഹാപ്പി. ഇപ്പോൾ നമ്മൾ ഒരു കൊച്ചിനെ എടുത്തോണമേ, അത് വിചാരിക്കും, എന്താണെന്ന് വെച്ചാൽ അത് വിചാരിക്കും, ഞാൻ 5ാം ക്ലാസ് പാസ്സായാൽ മതി, 6ാം ക്ലാസ് തൊട്ട് നല്ല ഈസി ആയിട്ട് എനിക്ക് വായിക്കാൻ പറ്റും, ഞാൻ നന്നായിട്ട് പഠിക്കും. 6ാം ക്ലാസ് വന്നു, എന്തോ ഒരു പാട്, 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ വരുന്നതിനെക്കാട്ടിലും കുറേ ഉണ്ട്, കൂടുതൽ സബ്ജക്ട്സുമാണ്, ഇത് എനിക്കിഷ്ടമേ അല്ല, എങ്ങനെയെങ്കിലും 8ാം ക്ലാസ് പാസ്സായാൽ മതി, 9ൽ പോയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. 9 വരുമ്പോഴായിരിക്കും വിചാരിക്കുന്നത്, എന്തു പാട്, അടുത്ത വർഷം ബോർഡ് എക്സാം എന്ന് പറഞ്ഞ് ഈ വർഷമേ എല്ലാവരും നമ്മുടെ തല തിന്നാൻ തുടങ്ങി. ശരി, എന്നാൽ 11th വന്നാൽ നന്നായിരിക്കും. 11th വരുമ്പോഴായിരിക്കും അറിയുന്നത് അത് എത്ര പാടാണ്. അപ്പം ഓരോ സ്റ്റേജിലും നമുക്ക് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ഫുള്ളും റോസാപ്പൂ മാത്രം ഉള്ള ഒരു ബെഡല്ല നമുക്ക് കിടക്കാൻ കിട്ടിയിരിക്കുന്ന ജീവിതം. അതിനകത്ത് റോസാപ്പൂവും ഉണ്ട്, മുള്ളും ഉണ്ട്, നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്, കഷ്ടവുമുണ്ട്, നഷ്ടവുമുണ്ട്, നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്, എല്ലാം മാറി മാറി വരുന്നതാണ് ജീവിതം. അത് മനസ്സിലാക്കാതെ എനിക്കത് കിട്ടിയാൽ ഞാൻ നന്നായിരിക്കും, ശരി ഞാൻ 12th പാസ്സായാൽ നന്നായിരിക്കും, ഹാപ്പി ആയിരിക്കും. 12th പാസ്സാകുമ്പോഴായിരിക്കും അറിയുന്നത് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് എത്ര പ്രയാസമാണ്. എങ്ങനെയോ അഡ്മിഷൻ എടുത്തു, പാസ്സായി, ഡിഗ്രി വാങ്ങിച്ചു. എനിക്ക് ഡിഗ്രി കിട്ടി, ഇനി എനിക്കെല്ലാം നേടിയെടുക്കാം. ഡിഗ്രി കിട്ടിയ പിന്നീട് അല്ലെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ പിന്നീടാണ് മനസ്സിലാവുന്നത്, വെളിയിൽ പോയി ലോകത്ത് 4 സ്ഥലത്ത് മുട്ടി നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഡിഗ്രി കൊണ്ടൊന്നും ഒന്നുമില്ല. എന്നാൽ പിന്നെ PG ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അത് ചെയ്തിട്ട് വരുമ്പോഴായിരിക്കും അതിനേക്കാട്ടിലും പ്രയാസം. അപ്പം ഇത് വന്നാൽ ഞാൻ നന്നായിരിക്കും, അത് വന്നാൽ ഞാൻ നന്നായിരിക്കും, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നന്നായിരിക്കത്തില്ല, ഞാൻ സന്തോഷമായിരിക്കത്തില്ല. നന്നായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പി അല്ല, എനിക്കിത് കിട്ടുന്നവരെ, എനിക്കൊരു 5 കോടി കിട്ടുന്നവരെ ഞാൻ ഹാപ്പി അല്ല.
അപ്പോൾ 5 കോടിക്ക് വേണ്ടി നീ തുഴഞ്ഞ് പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രയാസങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടേയിരുന്നാൽ നമുക്ക് എന്ന് സന്തോഷം കിട്ടും ജീവിതത്തിൽ? കിട്ടാനേ പോകുന്നില്ല. അതേ സമയത്ത് എന്നാൽ പിന്നെ ടീച്ചറെ എൻ്റെ കയ്യിൽ എൻ്റെ ശമ്പളം 10,000 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 20,000 രൂപയേ ഉള്ളൂ, ഇത് മതി, ഇതിൽ ഞാൻ ഹാപ്പിയാണ്, പക്ഷേ എനിക്ക് പ്രൊമോഷനൊന്നും വേണ്ടേ, ഞാൻ പ്രൊമോഷനൊന്നും ആഗ്രഹിക്കണ്ടേ, അത് തെറ്റാണോ? അത് തെറ്റല്ല. പ്രൊമോഷൻ വേണം, കൂടുതൽ സാലറി ഹൈക്ക് വേണം, 4 പേരുടെ കൂട്ട് നമ്മളും ജീവിക്കണം, സൊസൈറ്റിയിൽ 4 പേർക്ക് ഒപ്പം നമ്മളും ജീവിക്കണം. അതൊന്നും നല്ല ഞാൻ. പക്ഷേ അത് കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷമായിരിക്കത്തുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലയോ? അതാണ് തെറ്റ്. അടുത്ത വീട്ടുകാരൻ ഒരു ഹോണ്ട സിറ്റി വെച്ചിരിക്കുന്നു, ഒരു ബെൻസ് വെച്ചിരിക്കുന്നു, അപ്പോൾ എനിക്ക് ഒരു സ്കൂട്ടർ പോലും ഇല്ലല്ലോ, അപ്പോൾ എനിക്കൊരു ബെൻസ് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആയിരിക്കത്തുള്ളൂ എന്ന് വിചാരിക്കുന്നത് തെറ്റ്. എനിക്ക് സ്കൂട്ടറുണ്ട്, നടന്നു പോകേണ്ട ആവശ്യമില്ല, സൈക്കിളിൽ പുഷ് ചെയ്യേണ്ട പെഡൽ ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല, എനിക്ക് സ്കൂട്ടറുണ്ട്, അത് മതി. ഓക്കെ, കാറ് വരുമ്പോൾ വരട്ടെ, കാറ് വേണം, കാറിന് ആഗ്രഹിക്കണം, അതിന് വേണ്ടി പ്രയത്നിക്കണം. പക്ഷേ കാറ് വന്നാൽ മാത്രമേ ഞാൻ ഹാപ്പി ആയിരിക്കത്തുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് തെറ്റ്. ഓക്കെ, അപ്പം നമ്മളുടെ ജീവിതം സന്തോഷകരമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്ത നേരെയാകണം, വാക്ക് നേരെയാകണം, ചെയ്ത്ത് നേരെയാകണം. ഇത്രയും മാത്രം മതി. അത് നമ്മൾ മറ്റവരുടെ കൂടെ എങ്ങനെ ഇടപഴകുന്നു, നമ്മൾ എന്ത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, അത് എല്ലാം ഒരു വിഷയങ്ങളാണ്, ഒരു ഘടകമാണ്. ഇപ്പം ഒരു പ്രാവശ്യം ഇദ്ദേഹം ജോസഫ് മർഫി സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ലെക്ചർ കൊടുക്കാൻ പോയി. അപ്പോൾ ഒരാൾ അങ്ങേരെ വന്ന് കണ്ടു. അപ്പോൾ അങ്ങേര് ഒരു കമ്പനിയിലെ ജനറൽ മാനേജർ. അപ്പോൾ അങ്ങേർക്ക് ആ കമ്പനിയിലെ വൈസ് പ്രസിഡൻറ്റിനെ ഇഷ്ടമല്ല, പ്രസിഡൻറ്റിനെ ഇഷ്ടമല്ല. എപ്പോൾ നോക്കിയാലും ഇവർ രണ്ടുപേരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് എന്തുവാ, ഇയാളുടെ താഴെ ഉള്ളവനെല്ലാം മേളിൽ കയറിപ്പോയി, പ്രൊമോഷൻ കിട്ടി, സാലറി ഹൈക്ക് കിട്ടി, ഇവ മാത്രം അതേ ബെഞ്ചിലിതാണ് ഇരുന്ന് ജോലി ചെയ്യുന്നത്. എന്താ വെച്ചാൽ അവന് സർവ്വകാലവും ഈ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും കുറ്റപ്പെടുത്താനേ ഉള്ളൂ സമയം. അപ്പം അങ്ങനെ അവൻ്റെ ചിന്ത മൊത്തം, അവൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം അതിലാണ്. അതുകൊണ്ട് അവന് ജോലിയിൽ ശോഭിക്കാൻ വയ്യ. അതുകൊണ്ടാണ് അവന് പെർഫോമൻസ് ശരിയില്ലാത്തതുകൊണ്ട് അവന് പ്രൊമോഷൻ കിട്ടിയില്ല, സാലറി ഹൈക്ക് കിട്ടിയില്ല. അപ്പോൾ അത് ഇയാൾ ജോസഫ് മർഫി അടുത്ത് പറഞ്ഞു, സാറേ എപ്പോഴും അവർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നെ പിന്നോട്ട് തള്ളാനാണ് നോക്കുന്നത്, എനിക്കൊരു ബോണസ് ഇല്ല, എനിക്കൊരു ഇൻസെൻറ്റീവ് ഇല്ല, എനിക്കൊരു പ്രൊമോഷൻ ഇല്ല, എനിക്ക് പിന്നെ ചേർന്നവരെല്ലാം മേളിൽ കയറിപ്പോയി, ഇവൻ ശരിയല്ല, ഈ പ്രസിഡൻറ്റ് ശരിയേ അല്ല, അവൻ്റെ താഴെയുള്ള വൈസ് പ്രസിഡൻറ്റും ശരിയേ അല്ല, യവന്മാർ മാറിയാലേ എനിക്ക് ഗുണം പിടിക്കത്തുള്ളൂ എന്ന് നമ്മുടെ മർഫി എടുത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പം മർഫി പറഞ്ഞു, ബാക്കി എല്ലാവർക്കും ഇതേ വൈസ് പ്രസിഡൻറ്റും ആണല്ലോ, അവർക്കൊക്കെ എങ്ങനെ പ്രൊമോഷൻ കിട്ടുന്നു, അവരൊക്കെ ഇങ്ങനെ മേളിൽ ചാടി പോന്നു. അപ്പം എവിടാ കുറവ്, എവിടാ കുറ്റമുള്ളത്? നിങ്ങളുടെ അടുത്താണ് കുറ്റവും കുറവും ഉള്ളത്. നിങ്ങളുടെ ചിന്താഗതിയാണ് ശരിയില്ലാത്തത്. അപ്പം നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ നേരെയാക്കിയാൽ നിങ്ങൾക്കും എല്ലാം കിട്ടും. അപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്, എല്ലാവർക്കും വേണ്ടിയും ഒരു പ്രാർത്ഥന ചെയ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നോക്ക് എന്ന് ഡോക്ടർ മർഫി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അദ്ദേഹവും അത് സ്വീകരിച്ച് അതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യും, ആ കമ്പനിയുടെ പ്രസിഡൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കും, വൈസ് പ്രസിഡൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കമ്പനിയിലുള്ള ബാക്കി സഹപ്രവർത്തകർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു, ഇയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. തെറ്റ് എൻ്റെ കയ്യിലാണ്, അപ്പം ഞാനും ഇനി എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ ഇടപഴകും, എല്ലാ ജോലിയും സന്തോഷമായിട്ട് ചെയ്യും, എനിക്കും പ്രൊമോഷൻ കിട്ടും, എൻ്റെ ജോലി ഞാൻ എത്ര ഹാർഡ് വർക്കിംഗ് ആണെന്ന് അവർക്ക് അറിയാം, ഇനി എൻ്റെ ജോലിക്ക് അവർ ഒരു അംഗീകാരം തരും, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പ്രൊമോഷനും സാലറി ഹൈക്കും എല്ലാം കിട്ടും.
അങ്ങനെ ബാക്കി എല്ലാവർക്കും വേണ്ടിയും ഇയാൾ പ്രാർത്ഥിച്ചു. അയാൾക്ക് വേണ്ടി സ്വയം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നപ്പം കുറച്ച് നാൾ കഴിഞ്ഞ ഉടനെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കൂടെ അങ്ങേരെ വിളിച്ചു. അവരുടെ ക്യാബിനെ വിളിച്ച് സംസാരിച്ച് അടുത്ത പ്രൊമോഷനും കൊടുത്ത്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു. പ്രൊമോഷനും കൊടുത്ത് സാലറിയും കൂട്ടി കൊടുത്ത് വേറൊരു സ്ഥലത്ത് പോയി അദ്ദേഹത്തിൻ്റെ താഴെ ഒരു 100 പേരുള്ള പോലെ നല്ല ഒരു അവരെ നോക്കുന്ന പോലെ ഒരു മാനേജർ പോസ്റ്റിന് ഇയാളെ പറഞ്ഞു വിട്ടു. അപ്പം ഇത്രയും നാൾ അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ വൈസ് പ്രസിഡൻറ്റിനെയും ബാക്കി സഹപ്രവർത്തകരെല്ലാം ഇങ്ങനെ ചഹാരിച്ചുകൊണ്ട് പ്രാഹിക്കൊണ്ട് അവരുടെ നെഗറ്റിവിറ്റിയെക്കുറിച്ച് സദാസർവകാലവും ഇയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ഹീ അട്രാക്റ്റഡ് മോർ ആൻഡ് മോർ നെഗറ്റീവ്. അങ്ങേർക്ക് എത് കണ്ടാലും നെഗറ്റീവാണ്. അപ്പം അയാൾക്ക് ഒരു പ്രൊമോഷനും ഇല്ല, ഒന്നുമില്ല, അയാളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതിരുന്നു. എന്ന് ഇങ്ങേര് വേറെ രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അപ്പോഴത്തേക്ക് അങ്ങേരുടെ സബ് കോൺഷ്യസ് മൈൻഡിലും അയാളുടെ മനസ്സ് മാറി. അത്രയേ ഉള്ളൂ. ഈ വലിയ വലിയ വാക്കുകളൊന്നും ഇടണ്ട. അയാളുടെ ആറ്റിറ്റ്യൂഡ്, മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മാറി, മനസ്സ് മാറി, എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും നന്മ നേരുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അയാൾക്ക് പ്രൊമോഷനും കിട്ടി, വേറെ ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു, ട്രാൻസ്ഫറും കിട്ടി, പ്രൊമോഷനും കിട്ടി, സാലറി ഹൈക്കും കിട്ടി. എല്ലാം കൊണ്ടും അയാൾ ഹാപ്പിയാണ് ഇപ്പോൾ. അപ്പം ഇതുപോലെ എത്ര എക്സാമ്പിൾ വേണമെങ്കിലും പറയാം. നമ്മൾ ഒറ്റ രത്നച്ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചിന്ത നേരെയായിരിക്കണം. ഓക്കെ, അതാണ് അതിനകത്ത് പറയുന്നത്. ഇതിൽ ഇനിയൊരു കാര്യം, ഇപ്പോൾ ഈ ചിന്ത നേരായിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ നേരെയാക്കണമെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാത്രമേ ഇരിക്കാവൂ. ഓക്കെ, അപ്പം കുറച്ച് വർഷത്തിന് മുമ്പേ ഇദ്ദേഹം ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നു, ഒരു കഥ, ഒരു ചെറിയ കഥ. അതിൽ ഒരാളിനെ കുറിച്ച് പറയുന്നു. ഒരാൾ ഈ കുതിരപ്പുറത്താണ്, അക്കാലത്തൊക്കെ കുതിരപ്പുറത്തൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ കുതിരപ്പുറത്ത് ഒരു സ്ഥലത്ത് പോയിക്കൊണ്ട് ദിവസവും ഇപ്പം നമ്മളിപ്പോൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഓഫീസിൽ പോകുന്നു വരുന്നു, അതുപോലെ അയാൾ കുതിരയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ ഒരു കുന്നുപോലെ ഉണ്ട്, ഒരു ചെറിയ കുന്നുപോലെ, റോഡ് വഴിയിൽ ഒരു കുന്നുപോലെ ഉണ്ട്. എപ്പോഴും ഈ കുതിര ആ കുന്നിൻ്റെ അടുത്ത് വരുമ്പം ഒരു അറപ്പാണ് അതിന് എങ്ങനെ പോകണം, അതിന് ചാടിപ്പോണോ സൈഡിൽ കൂടെ പോകണോ എന്ന് ഒരു അറപ്പ്. അവിടെ നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞേ അത് പോകത്തുള്ളൂ, ആ സ്ഥലം മറികടന്ന് പോകത്തുള്ളൂ. അപ്പം ഇയാൾ വിചാരിച്ചു, പക്ഷേ എന്നും ഈ കുന്ന് ഇങ്ങനെ വഴിയിലിരിക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ കുതിരയ്ക്ക് ഒരു പ്രയാസം, അത് ഞാൻ മാറ്റണം എന്ന് പറഞ്ഞ് ഒരു ദിവസം മെനക്കെട്ട് അയാൾ കുതിരയിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ മണ്ണും കല്ലുമൊക്കെ കട്ടയൊക്കെ എടുത്ത് മാറ്റി നേരെയാക്കിയപ്പം കുതിരയ്ക്ക് പ്രയാസമില്ലാതെ അങ്ങ് പോകാം. ഇതിൽ ഇദ്ദേഹം പറയുന്നത്, ആ കുതിരയുടെ സ്വന്തക്കാരൻ പറയുന്നത്, 25 വർഷം കഴിഞ്ഞിട്ടും ആ കുതിര ആ സ്ഥലത്ത് വരുമ്പം ഒന്ന് ചമ്മും. എന്തുവാ, ആ കുന്നവിടെ ഉള്ള പോലെ അത് വിചാരിച്ച് ഒരു ചെറിയ ചമ്മൽ പിന്നെ ആയിരിക്കും ആ സ്ഥലത്തോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇദ്ദേഹം വായിച്ചതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അത് എല്ലാം ലെവൽ ചെയ്തു, കുന്നുപോലെ ഉള്ള മണ്ണും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എല്ലാം ലെവൽ ചെയ്തിട്ടും ഫോർ 25 years 25 വർഷം എവറി ടൈം ദ ഹോഴ്സ് പാസ്ഡ് ദ പ്ലേസ്, ഓരോ ദിവസവും ആ കുതിര ആ സ്ഥലത്ത് വരുമ്പം അവിടെ എങ്ങനെ ഒരു സ്റ്റമ്പ് ഉണ്ടായിരുന്നോ, എങ്ങനെ ഒരു ചെറിയ കുന്നുപോലെ ഉണ്ടായിരുന്നോ, അപ്പം ഇതൊന്ന് ചമ്മി പുറയിലോട്ട് പോയോ, അതുപോലെ തന്നെ കൃത്യം ആ സ്ഥലത്ത് വരുമ്പം അതിൻ്റെ റിഫ്ലെക്സ് ആക്ഷൻ അങ്ങനെയാണ്. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മനസ്സിൽ ആഴമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ സ്ഥലത്ത് വരുമ്പോൾ ഒരു കുന്നുണ്ട്,
അതുപോലെ ഇതേപോലെയാണ് നമുക്കും നമ്മളുടെ മനസ്സിലും മെൻ്റൽ ബ്ലോക്സ് ഉണ്ട്. ഒരുപാട് ബ്ലോക്സ് ഉണ്ട്. ബ്ലോക്സ് എന്ന് വെച്ചാൽ അടപ്പ്. അത് വന്ന് മനപ്രയാസമായിരിക്കാം, പേടിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്തയായിരിക്കാം. ഇതുപോലെ ഒരുപാട് പേർക്ക് ഈ മനസ്സിലാണ് കുഴപ്പം. അതാണ് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്, റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പം മനസ്സ് നേരെയായാൽ എല്ലാം നേരെയാകും. മനസ്സ് നേരെയാവണമെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് നല്ലത് പറഞ്ഞു കൊടുക്കണം. നല്ലത് പറഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് നല്ലത് വരത്തുള്ളൂ. അപ്പം ആളുകൾ ഇപ്പം ഇദ്ദേഹം പറയുക, ഞാൻ ഈ മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴേ എത്രയോ കോടികളുള്ള ആൾക്കാർ അവിടെ മെൻ്റൽ പേഷ്യൻ്റായിട്ട് കിടപ്പുണ്ട്. അപ്പം കോടികൾ പണമുള്ള കൊണ്ട് മാത്രം ഒരുത്തിന് ഹാപ്പിനെസ് കിട്ടത്തില്ല, സന്തോഷം കിട്ടത്തില്ല. ഒന്നുമേ ഇല്ലാത്തവൻ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നവൻ ചിലപ്പോൾ സമാധാനത്തോടെ, വലിയ സന്തോഷമില്ലെങ്കിലും ഏത് സമാധാനത്തോടെ കിടന്നുറങ്ങും. ഈ കോടികൾ വെച്ചിരിക്കുന്നവർക്ക് ചിലപ്പം സന്തോഷമെന്ന് വെച്ചാൽ എന്തുവാനേ അവർക്ക് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല, അവർ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. വെറും കോടികൾ വെച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? അതാണ് പറയുന്നത്. അപ്പം ഈ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വെർച്വു ആണ്. വെർച്വു എന്ന് വെച്ചാൽ അതൊരു പുണ്യകർമ്മമാണ്. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് പുണ്യകാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ശരി, ഞാൻ ഇതുവരെ എന്തോ ചെയ്തു, എന്ത് കർമ്മ ചെയ്തു, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. അറിയണ്ട, പോട്ടെ. ഇനിയെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാമല്ലോ. പോയതെല്ലാം പോട്ടെ, ഈ നിമിഷം വരെ പോട്ടെ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ഇതിൽ വലിയതായിട്ട് പുതുമയായിട്ട് ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ വീഡിയോയിലുള്ള അർത്ഥങ്ങൾ അങ്ങനെ നമ്മൾ ശിരസാ വഹിച്ചെടുത്താൽ നമ്മളുടെ ജീവിതം ഇനി എന്നും സന്തോഷകരമായിട്ടിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ചിന്ത, പോസിറ്റീവ് തോട്ട്സ്, വാക്കുകൾ, നല്ല വാക്കുകൾ, ചെയ്ത്ത്, നല്ല ചെയ്ത്ത്. ഈ നല്ല ചെയ്ത്ത് എന്ന് പറയുന്നതാണ് ഈ പുണ്യകർമ്മ എന്ന് പറയുന്നത്. അപ്പം ഒരാൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ആ ബംഗ്ലാവ് വേണം, കാറ് വേണം, അത് വേണം, ഇത് വേണമെന്ന് ഒന്നും ആവശ്യമില്ല. ഏത് നല്ല വീട്, ഒരു സാധാരണ ഒരു കൺവെയൻസ്, വെളിയിൽ പോകാനും ഓഫീസിൽ പോകാനും വരാനും ഒരു സാധാരണ ഒരു കുടുംബം, 1-2 കുട്ടികൾ, അതൊക്കെ മതി. അപ്പം നമുക്ക് ഒട്ടുമൊത്തം പേർക്ക് നമുക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ എത്ര പേര് സന്തോഷമായിട്ട് ജീവിക്കുന്നു, എത്ര പേര് ഇങ്ങനെ സദാസർവകാലവും ദൈവത്തിനെ കുറ്റം പറയുക, പ്രപഞ്ചത്തിനെ കുറ്റം പറയുക, അമ്മയച്ഛനെയും കുറ്റം പറയുക, നിങ്ങൾ പെറ്റ സമയം ശരിയല്ല, ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശരിയല്ല, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ മറ്റവരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. അവനവൻ്റെ ചിന്താഗതി മാറ്റിയാൽ നല്ല ഒരു ജീവിതം വരും. സോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മനസ്സിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. മനസ്സിലാണ് എല്ലാം ഉള്ളത്. അപ്പം നമ്മൾ നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് വയ്ക്കണം. ഞാൻ ഹാപ്പിയാണ്, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു, മറ്റവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ചുറ്റിയുള്ളവർക്കെല്ലാം, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ഹാപ്പി ആയിട്ടിരുന്നാൽ, അത് നല്ല മനസ്സോടുകൂടി ജീവിച്ചാൽ സന്തോഷം എന്നുള്ളത് തന്നെത്താനെ നമ്മളെ തേടി വരും. അപ്പം നമ്മുടെ മെൻറ്റാലിറ്റി, ഔട്ട്ലുക്ക്, മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, മനസ്സ്, അതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ അദ്ദേഹം കൊടുത്തത് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. സോ എനിക്ക് 100 കോടി ഉണ്ടെങ്കിലേ ഹാപ്പി ആയിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ബെൻസ് കാർ ഉണ്ടെങ്കിലേ ഞാൻ ഓഫീസിൽ പോകത്തുള്ളൂ, അന്നേ എനിക്ക് ഹാപ്പിനെസ് ഉള്ളൂ, അതുവരെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ തൊട്ട് തെറിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഉള്ളത് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുക.
സന്തോഷം, സംതൃപ്തി എന്ന് പറയുന്നതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം ഉള്ളത് വെച്ച് നമ്മൾ സന്തോഷിച്ചാൽ വീണ്ടും വീണ്ടും തരും. നമ്മളെ തേടി പോസിറ്റീവ് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഈ നെഗറ്റിവിറ്റി എല്ലാം മാറ്റണം. നെഗറ്റീവ് തോട്ട്സ് വന്നാൽ ഉടനെ അതിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് പോസിറ്റീവ് തോട്ടിനെ റീപ്ലേസ് ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരുടെ ജീവിതത്തിലും ഇന്നു മുതൽ ഈ നിമിഷം തൊട്ട് എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം, 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 സംതൃപ്തി ഉണ്ടാവട്ടെ.